ഡ്രോൺ ഉപയോഗിച്ച് വിതച്ച കുമരകം ചെങ്ങളം പതുക്കാട് പാടശേഖരത്തിൽ സാധാരണയിൽ കൂടുതൽ വിളവ് ലഭിച്ചതായി കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രം. കാണാം റിപ്പോർട്ട്. ഡ്രോൺ ഉപയോഗിച്ച് വിത നടത്തിയ കുമരകം ചെങ്ങളം പതുക്കാട് പാടശേഖരത്തിൽ സാധാരണയിൽ കവിഞ്ഞ വിളവ് ലഭിച്ചതായി കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രം. ഡ്രോൺ ഉപയോഗിച്ച് ജില്ലയിൽ ആദ്യമായി വിത നടത്തിയ പതുക്കാട് 50 പാടശേഖരത്തിൽ കഴിഞ്ഞ ദിവസം വിളവെടുത്തപ്പോഴാണ് ഈ വ്യത്യാസം കണ്ടെത്തിയത്. ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ 10 ഏക്കർ പാടത്ത് ഡ്രോൺ ഉപയോഗിച്ചും 5 ഏക്കർ പാടത്ത് സാധാരണ രീതിയിലുമാണ് വിതച്ചത്. അപ്പം അതിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഡ്രോൺ വെച്ച് വിതയ്ക്കുമ്പോൾ കുറച്ച് വിത്ത് മതി. 30 കിലോ ഒരേക്കറിന് 30 കിലോ വിത്താണ് വിതച്ചത്. അത് ഒരു വിത്തിൽ നിന്ന് 30 ചെനപ്പ് വരെ വരുന്നുണ്ട്. മറ്റേ കൈകൊണ്ട് വിതച്ച ഇതിന് 5 ചെനപ്പ് മാത്രമേ വരുന്നുള്ളൂ. അതാണ് നമുക്ക് വിളവിലുള്ള ഒരു വ്യത്യാസം വന്നത്. അതുപോലെ നെല്ലിന് നല്ല തൂക്കവും നല്ല മണിക്ക് നല്ല ദൃഢമുണ്ട് ഡ്രോൺ വെച്ച് വിതച്ചത്. അതുപോലെ മറ്റ് പുഴുക്കേടുകൾ മറ്റൊന്നുമില്ല. അതാണ് ശരിക്കും കാറ്റ് കയറാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റ് കൈകൊണ്ട് വിതച്ച് പുഴുക്കേട് ധാരാളമായിട്ടുണ്ട്. ഡ്രോൺ വെച്ച് വിതച്ചതിന് പുഴുക്കേട് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്തപ്പോൾ ഏക്കറിന് 10 കിൻഡലോളം അധിക നെല്ലാണ് ലഭിച്ചത്. നമ്മള് ശരിക്കും ഡ്രോൺ ഉപയോഗിച്ച് വിത നടത്തിയപ്പോൾ മറ്റ് പരമ്പരാഗത കൃഷി രീതിയേക്കാൾ കൂടുതൽ വിളവ് ലഭിച്ചുവെന്ന് പുതിയ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് മാഡം എന്ത് പറയുന്നു? സാധാരണ വിതയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏക്കറിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ 2-3 പാടശേഖരങ്ങളിൽ നിന്ന് എടുത്ത ഒരു ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ 1.5 മുതൽ 2 ടൺ വരെ ഒരു ഏക്കറിൽ കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏകദേശം 3 ടണ്ണോളം നമുക്ക് ഒരു ഏക്കറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, എന്തായാലും നമുക്ക് കൂടുതൽ വിത്ത് വേണ്ട, കൃഷി ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വിത്ത് കുറവ് മതി. കൂടാതെ തിങ്ങി നെൽച്ചെടി വളർന്നിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളായാലും കീടങ്ങളായാലും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സസ്യസംരക്ഷണ മാർഗങ്ങളുടെ ഒരു ഉപയോഗം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. പരമ്പരാഗത രീതിയിലുള്ള വിതയ്ക്ക് പാടത്തിറങ്ങേണ്ടി വരുമ്പോൾ വിത്ത് ചെളിയിൽ താഴ്ന്നു പോവുകയും അമ്മളം ഇളകുകയും ചെയ്യും. ഡ്രോൺ ഉപയോഗിച്ചുള്ള വിത മൂലം ഇത് സംഭവിക്കില്ല. കൂടാതെ നിശ്ചിത അകലത്തിൽ നെൽച്ചെടികൾ വളരുന്നത് മൂലം ചെടികൾക്കിടയിലേക്ക് കാറ്റും വെളിച്ചവും കയറി ചെടികളുടെ വളർച്ച സുഗമമാകുകയും ചെയ്യുന്നു. കൂടാതെ ഡ്രോൺ ഉപയോഗിച്ച് വിതയ്ക്കുമ്പോൾ താരതമ്യേന ചെലവും കുറയും. യന്ത്രവൽക്കരണത്തിലൂടെ കൃഷിച്ചെലവ് കുറച്ച് ഉൽപാദനം കൂട്ടി കൂടുതൽ വിളവ് ലഭിക്കുന്നതിനായി ഡ്രോൺ സംവിധാനം വലിയ സബ്സിഡി നൽകിയാണ് കേന്ദ്ര സർക്കാർ വിതരണം നടത്തുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മനോജിനോടൊപ്പം കുമരകത്ത് നിന്ന് ടോമി മാങ്കൂട്ടം.